ഇന്ന് 45 ബ്രേക്കാണ്. വൈകുന്നേരമായി, രാത്രിയായി, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു അത്താഴം ഉണ്ടാക്കി അടിക്കാം. ഓക്കെ, ഗ്യാസ് അങ്ങോട്ട് കത്തിക്കാം. ഓക്കെ, ഗ്യാസ് കത്തിച്ച് കഴിഞ്ഞാൽ പാത്രം വയ്ക്കുക. അതിൻ്റെ അകത്തോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇടുക. ഓക്കെ, സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന സവാള ഞാൻ അങ്ങോട്ട് ചേർക്കുക. ഓക്കെ, രണ്ടായിട്ട് കീറി വെച്ചേക്കുന്ന വെളുത്തുള്ളി, കീറാതിരിക്കുക, അതൊക്കെ അവരവരുടെ സൗകര്യം പോലെ. പിന്നെ നല്ല കുരുകുരാന്ന് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, വട്ടത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി, വട്ടത്തിലോ നീളത്തിലോ അതൊക്കെ നിങ്ങളെ സൗകര്യം പോലെ അരിയുക. ഇനി ഇത് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവാൻ സമയം കൊടുക്കുക. ഓക്കെ, അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഇത് തുറക്കുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കും സംഭവം. ഓക്കെ, ലേശം മഞ്ഞപ്പൊടി, ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കുക, കൂടുതൽ കുറക്കെ. മുളക് പൊടി, ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടിയാണ്, അതുകൊണ്ട് 2 സ്പൂൺ മുളക് പൊടി ചാമ്പുക. മല്ലിപ്പൊടി 1 സ്പൂൺ മല്ലിപ്പൊടി. ഓക്കെ, നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്, തക്കാളി എല്ലാം. അപ്പോൾ നീണ്ട അരമണിക്കൂറിന് ശേഷം അടപ്പെടുക്കുന്നു. കുറച്ച് എണ്ണ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുന്നു. അത്യാവശ്യം കുരുമുളക് ഇടുന്നു. ആവശ്യത്തിന് ഗരം മസാല ഇടുന്നു. ഇളക്കി മിക്സ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇളക്കി മിക്സ് ചെയ്യുന്നു, അടയ്ക്കുന്നു. 5 മിനിറ്റ് കഴിയുന്നു. നമ്മൾ തീ ഓഫ് ചെയ്യുന്നു, സാധനം എടുക്കുന്നു, മാറ്റി വയ്ക്കുന്നു. കഴിഞ്ഞു. നല്ലോണം തണുത്ത ശേഷം സെർവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു ഗ്ലാസ് റൈസ്. ഓക്കെ, നല്ലോണം കഴുകി വൃത്തിയാക്കാം. 1 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം. രണ്ടര. ഓക്കെ, ഉപ്പിടേണ്ടവർക്ക് ഉപ്പിടാം, ഉപ്പിടണ്ടാത്തവർക്ക് ഉപ്പിടണ്ട. കുക്കർ വയ്ക്കുക. ഈ കുക്കർ തണുത്ത് കഴിഞ്ഞാൽ, നല്ല ചൂടാണ്, ഈ കുക്കർ തണുത്ത് കഴിഞ്ഞാൽ ചോറായി. ചിക്കൻ ഫ്രൈ നിസാരം, 4 പീസ് ലെഗ്. ഓക്കെ, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ 1.5 സ്പൂൺ ഉപ്പ്, ശകലം മഞ്ഞൾപ്പൊടി. അത് ഇച്ചിരി കാര്യമായിട്ട് കുരുമുളക് പൊടി. ഓക്കെ, അതിൻ്റെ അകത്തോട്ട് ശകലം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇതിനകത്തുള്ള പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ മിക്സ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ,
ഗ്യാസ് കത്തിക്കുക, തീ കുറച്ച് വെച്ചാൽ മതി കേട്ടോ. ഫ്രൈ പാൻ വയ്ക്കുക, വെള്ളമൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ചിക്കൻ എടുത്ത് വയ്ക്കുക. 1 2 3 4. ഓക്കെ, അപ്പോൾ ഇതൊരു 15 മിനിറ്റ് കുക്ക് ചെയ്യട്ടെ. അപ്പോൾ 15 മിനിറ്റ് ഓക്കെ. നൈസായിട്ട് തിരിച്ചിടുക. അപ്പോൾ നീണ്ട 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ബോഡിഗാർഡിന്റെ ശല്യം ഉണ്ടാവില്ല. അതിനുള്ളിൽ നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണം. നീ പെൺകുട്ടികൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ട് എന്താ? അടുത്തതായിട്ട് നമ്മൾ താണ്ട വെച്ച കോഴിക്കറി. അയ്യവ, എങ്ങനുണ്ട്? ഇനി ഒരു ചിക്കൻ ഫ്രൈ. ഓക്കെ, ഇച്ചിരി മാങ്ങാച്ചാറും കൂടെ ഉണ്ടെങ്കിൽ സംഭവം ഉഷാറായിരിക്കും. ഓക്കെ, ഒരുപാടായി പോയി, ശകലം മതി. അപ്പോൾ ബോഡി ഗാർഡ് നല്ല ഫുഡ് വെച്ച് ചോറ് കഴിക്കാം. കഴിവതും രാത്രി ചോറൊന്നും കഴിക്കാതിരിക്കുക, കാർബാണ്. പിന്നെ എണ്ണയിൽ പൊരിച്ചതൊക്കെ രാത്രി മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ ഓക്കെ, ബൈ.